അമ്പലപ്പുഴ മറിയം മോണ്ടസറി സെൻട്രൽ സ്കൂളിലെ കുട്ടികളാണ് ഇത്. ഞങ്ങൾ ടീച്ചേഴ്സ് 3 പേര്, ഞാൻ പ്രിൻസിപ്പളാണ്. ക്ലോസ് ടു ദ നേച്ചർ എന്ന ഒരു കൺസെപ്റ്റുമായി ഈ ഒരു പ്രദേശം കുട്ടികൾക്ക് മാത്രമല്ല ഈ ഒരു ആലപ്പുഴ പ്രദേശത്തിനും എല്ലാവർക്കും ഒരു അഭിമാനമായിട്ടൊരു കാര്യമാണിത്. കാര്യം ഈ ബിസി ലൈഫിൽ നിന്ന് വേറിട്ട് നമുക്ക് ഒരു ഗ്രാമാന്തരീക്ഷം വരുന്ന ഒരു സ്ഥലമാണിത്. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു പ്രസൻസ് ഓഫ് സെറിനിറ്റി അനുഭവിക്കേണ്ടത് തന്നെയാണ്. കുട്ടികൾക്ക് ഒരുപാട് അറിവ് കിട്ടുന്ന ഒരു സ്ഥലം. പുസ്തകങ്ങളുടെ വെയിറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഭാരമില്ലാതെ മനസ്സിന് സുഖവും കുളിർമയും തരുന്ന ഒരു പാഠപുസ്തകമാണ് ജൈവാങ്കണം. അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞു, കുറേ പ്ലാന്റ്സിനെ കണ്ടു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഒക്കെ കണ്ടു. ഇവിടെ ഫുള്ള് ഗ്രീനറി ആയതുകൊണ്ട് നമുക്കൊരു കൂൾ ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നേച്ചർ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അതാണിത് അത്തിപ്പഴം. അത് ഒരേ സീഡുണ്ട്, ഈ ഒരു സീഡിനകത്ത് കുറേ സീഡുണ്ട്. ആ സീഡാണ് വലുതായി എത്ര വലിയ മരമായി നോക്കിയത് കണ്ടോ? കാരണം നിങ്ങൾക്ക് എങ്ങനെ വീട്ടിൽ ഗ്യാസ് ഉണ്ടാവുന്നത്? ഗ്യാസ് സ്റ്റോവ്. ഇവിടെ എങ്ങനെ ഗ്യാസ് ഉണ്ടാവുന്നത്? ഗ്യാസ് കത്തുന്ന കണ്ടോ? ഇവിടെ ഗ്യാസ് കുറ്റി ഉണ്ടോ? ബയോഗ്യാസ്. അതില്ലാതാവും ചെയ്യും, മണ്ണിൽ ലയിച്ച് ചേരും ചെയ്യും. അതേപോലെ ഒരു ഡീകമ്പോസിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ബയോഗ്യാസ് ഈ നമുക്ക് കൃഷി ആരെങ്കിലും പഠിക്കണം. അപ്പൊ ഈ കുമ്പളത്തിന്റെ വിത്ത് ഇതിനകത്ത് കാണും അല്ലേ? അപ്പൊ ഈ വിത്ത് എടുത്തിട്ട് നമ്മൾ പാകി 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വെള്ളവും വെയിലും കിട്ടുന്ന സമയത്ത് വിത്ത് മുളച്ചിട്ട് എന്തായി വരും? ചെടിയായിട്ട് വരും. ആ ചെടി വളർന്ന് വലുതായിട്ടാണ് കുമ്പളങ്ങ ഉണ്ടാവുന്നത്. ഒറ്റൊരു കുമ്പളത്തിൽ ഒരു ഇച്ചിരി പോലെ വിത്തിന് ഒരു 10-50 കുമ്പളങ്ങ നമുക്ക് കിട്ടിയതുപോലെ ഒരു ഇത്ര വിത്തിനാണ്. അപ്പൊ അതിന്റെ കാരണം എന്താ? അതിന് ജീവനുണ്ട് എന്നുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞ്? അനുഭവമാണ്. നമ്മുടെ സൈഡിലും ജീവിതത്തിനിടയിൽ വളരെ കൂളിംഗായിട്ടുള്ള ഒരു എൻവയോൺമെന്റിലേക്ക് വന്നു. കുട്ടികൾക്കും ഒക്കെ അവരുടെ വീട്, സ്കൂള്, പഠിത്തം ആ ഒരു ഇതിൽ ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്.